AAY കാർഡുടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്കും വയനാട് ദുരിതബാധിത മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കുമുള്ള സൗജന്യ ഓണക്കിറ്റിന്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. ഓണക്കാലത്ത് ഉണ്ടാകാനിടയുള്ള വിലക്കയറ്റം തടയാൻ ഫലപ്രദമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. 6 ലക്ഷത്തോളം വരുന്ന AAY മഞ്ഞ കാർഡുകാർക്ക് വിവിധ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾ വയനാട് ദുരന്തമുണ്ടായ 44-46 നമ്പർ റേഷൻ കടയിലെ മുഴുവൻ കാർഡുടമകൾക്കും അതൊരു പ്രത്യേക പരിഗണനയായി ക്യാബിനറ്റ് തീരുമാനിച്ചതാണ്. അത്തരത്തിലുള്ള ജനവിഭാഗത്തിന് ഓണത്തിന്റെ കിറ്റ് ഇവിടെ പറഞ്ഞതുപോലെ 13 ഉൽപ്പന്നങ്ങളും സഞ്ചിയുമടക്കം 14 ഇനങ്ങൾ അവർക്ക് നൽകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇത്തവണ ഓണക്കിറ്റിന് വേണ്ടി 34.29 കോടി രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. സപ്ലൈകോയുടെ ഉൽപ്പന്നങ്ങളെല്ലാം എത്തിക്കാനുള്ള നടപടികൾ ആയിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചത്തെ വിൽപ്പന മൊത്തത്തിൽ നോക്കിയാൽ 9 കോടിയിലധികം രൂപയുടെ വിൽപ്പനയാണ്. ഇന്നലെ ഞാൻ അവധി ദിവസമാണെങ്കിലും നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിലെ ഉത്തരക്കണ്ടത്തെ ഓണം ഫെയറിൽ നോക്കുമ്പോൾ ഇന്നലെ 8 ലക്ഷത്തിലധികം രൂപ, 9 ലക്ഷത്തോളം രൂപയുടെ വിൽപ്പന. കഴിഞ്ഞ 3 ദിവസമായി ഓരോ ദിവസവും മെച്ചപ്പെട്ട വിൽപ്പനയിലേക്കാണ് ഓരോ ഷോപ്പും മാറിക്കൊണ്ടിരിക്കുന്നത്. അത് കാണിക്കുന്നത് അവിടെ നിന്ന് ജനങ്ങളുടെ പ്രതികരണം കാണുമ്പോൾ ജനങ്ങളുടെ വിമർശനങ്ങളെയും മാധ്യമങ്ങളുടെ വിമർശനങ്ങളെയും അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ കുറവുകൾ മാറ്റിയെടുത്ത് മെച്ചപ്പെട്ട ഒരു സാഹചര്യം എത്തിക്കാനാണ് ഗവൺമെന്റ് കാണുന്നത്. അല്ലാതെ അതെല്ലാം തള്ളിക്കളയുന്ന നിർമ്മാണങ്ങൾ. ആ വിമർശനങ്ങളിൽ നിന്നാണ് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം സൃഷ്ടിക്കാൻ ഗവൺമെന്റ് പ്രേരിപ്പിക്കുന്നത് എന്നതാണ് വസ്തുത എന്ന് ഞാൻ സൂചിപ്പിക്കുക. 5,87,574 AAY കാർഡുടമകൾക്കും വിവിധ ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്കും വയനാട് ദുരിതബാധിത മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കുമാണ് സൗജന്യ ഓണക്കിറ്റ് നൽകുന്നത്. പേരൂർക്കട ബാപ്പുജി ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ VK പ്രശാന്ത് MLA അധ്യക്ഷത വഹിച്ചു. ഈ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക്, അർഹരായിട്ടുള്ള ആളുകൾക്ക് BPL കാർഡ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് വളരെ അഭിമാനപരസ്യം പറയാൻ വേണ്ടി കൂടി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. കാരണം പല ആളുകളും ഇതിന് വരുന്നത് അവർക്കൊരു അസുഖം വന്നാൽ, വീട്ടിലെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ കാർഡ് കൈവശമുണ്ടെങ്കിൽ സൗജന്യ ചികിത്സ ലഭിക്കും, അല്ലെങ്കിൽ റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ് കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഏറ്റവും അർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. വിവിധ തദ്ദേശ ഭരണ പ്രതിനിധികൾ, പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരത് വിഷൻ, തിരുവനന്തപുരം.